ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തലേന്ന് ഭയങ്കര മഴയായിരുന്നല്ലോ. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്ത് മുറ്റമൊക്കെ കുളമായി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളവിടെ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട്. ചെടി എന്ന് പറഞ്ഞാലും കറ്റാർ വാഴയും ഒക്കെ വെച്ചതാണ്. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില അവിടെ ഇങ്ങനെ കുഴിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ പിടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മോൻ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പിച്ചിപ്പറിച്ച് കളയല്ലേ, പോച്ച അതും പറഞ്ഞ് കളയല്ലേ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് ഇങ്ങനെ കാണാനും ഒക്കെ രസമാണ് കേട്ടോ. പക്ഷേ മുറ്റത്തോട്ട് ഇറങ്ങാനും മടിയാണ് കേട്ടോ. അപ്പോൾ അവൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കുറേ ഈ കാറ്റ് കൊണ്ടൊക്കെ ഇലയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതുകൊണ്ടൊക്കെ ഞാൻ തൂത്ത് വരാം ഇനിയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കാണെങ്കിൽ ഇവിടെ എല്ലാവരും മടി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. സ്കൂളിൽ പോകാനായിട്ടൊക്കെ ഭയങ്കര മടി, രാവിലെ കുളിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അഞ്ചാതും പറഞ്ഞു, ചേഞ്ചാതും പറഞ്ഞു കേട്ടോ. സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര മടി വരുന്നു ഉമ്മീ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് പണിയെന്ന് പറഞ്ഞതില്ല. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ട പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തലേന്നത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, രാവിലത്തേക്കും ഉച്ചക്കലത്തേക്കും ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറിയും ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം രാവിലെ ഒക്കെ ഒന്ന് ആവി കയറ്റി വെച്ചു. പിന്നെ ചോറ് ചൂടാക്കാനും ഒക്കെ വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ കുഞ്ഞുങ്ങൾക്ക് അത് തന്നെ മതിയെന്ന് അവർ പറഞ്ഞു കേട്ടോ. അവർക്ക് വേറെ ഒന്നും വേണ്ട, അത് മതി ഉമ്മീന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതുകൊണ്ട് വേറെ ഒന്നും ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ ആദ്യത്തെ പ്ലാൻ വിചാരിച്ചെന്നാൽ പുട്ടുണ്ടാക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർക്ക് ചോറൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വേണ്ട ഉമ്മീന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ അതും ഒരു സമാധാനമായി സന്തോഷമായി കേട്ടോ. അവരത് കഴിക്കുമല്ലോ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് അതൊരു സന്തോഷത്തോടെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മോളവിടെപ്പോഴത്തേക്ക് പെരയൊക്കെ തൂത്ത് വാരുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ മോൾക്ക് പോകാൻ അങ്ങനെ മടിയില്ല കേട്ടോ. അവൾ 2 ദിവസമൊക്കെ ആയിട്ട് പോകാതിരുന്നതുകൊണ്ട് അവൾക്ക് പിന്നെ മടി പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവൾ മടി പിടിച്ചൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്താണ്, നമുക്കിനി നേരെ ഇനി വേറെ കുറച്ച് ജോലികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പെരയൊക്കെ തൂത്ത് വാരി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ അടുക്കള വശമൊക്കെ തൂക്കാൻ വന്നപ്പോൾ എല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിക്കുകയാണ്. ഈ മഴയൊക്കെ പെയ്ത് കിടക്കുമ്പോഴത്തേക്ക് ഭയങ്കര നമ്മൾ വെള്ളം ചൂടാക്കുന്നതൊക്കെ നനഞ്ഞു പോയി കേട്ടോ. ഇനിയിപ്പോൾ അവിടെ വലുതായിട്ടൊന്നും വെള്ളമൊന്നും വീണിട്ടില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ അപ്പോഴത്തേക്ക് അവൻ്റെ മൂടൊക്കെ മാറി. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ റിമോട്ടൊക്കെ മാറ്റി പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇനി നമുക്കിനി കുറച്ച് ഖുർആൻ ഓതാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ യാസീനൊക്കെ ഇട്ട് അപ്പോഴത്തേക്ക് അവൻ്റെ സ്നാക്സൊക്കെ ഒന്ന് റെഡിയാക്കി. മടിയൊക്കെ അപ്പോഴത്തേക്ക് മാറി കേട്ടോ. പുള്ളിക്കാരൻ്റെ മടിയൊക്കെ മാറി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോറൊക്കെ ഒന്ന് വാരി കൊടുക്കുമോയെന്നൊക്കെ, ചൂടായതുകൊണ്ട് അവനിക്ക് വാരി തിന്നാൻ വയ്യാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് മാതള നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാതള നാരങ്ങ മതി സ്നാക്സ് എന്ന് പറഞ്ഞ്, ചിപ്സ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചെഞ്ചാതിൻ്റെ കൈ ചെറുതായിട്ട് സൈക്കിളിനകത്ത് എങ്ങാണ്ട് എങ്ങനെയോ കൊണ്ട് മുറിഞ്ഞു കേട്ടോ. ചെയിൻ എങ്ങാണ്ട് ഇട്ടാണ്. അപ്പോൾ അത് പറഞ്ഞ് കൈക്ക് വയ്യ ഉമ്മി, ഞാനിനി സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു കണ്ണുപോലും കാണാൻ വയ്യാത്ത രീതിയിലാണ് അവൻ്റെ കയ്യിൽ നിന്ന് വെച്ച് ചോര ഒന്ന് പൊടിഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ അഞ്ചാത് കൂട്ടാനൊക്കെ കുളിച്ചു കേട്ടോ. കുളിച്ചവൻ്റെ തലയിൽ എണ്ണയൊക്കെ വെച്ചപ്പോഴത്തേക്ക് അവൻ കുളിച്ചോ എന്നൊക്കെയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അവൻ കുളിച്ചു, അവൻ്റെ മടിയെല്ലാം മാറി, അവൻ സ്കൂളിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവനും പിന്നെ പതുക്കെ അങ്ങ് മാറി. പിന്നെ ബാൻഡേജ് മേടിക്കാൻ കാശ് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ പിള്ളേർക്ക് പറഞ്ഞത് ഇന്ന് ഉമ്മച്ചിക്ക് ഒരു ജോലിയും ഇല്ല, ജോലിയെല്ലാം ഒന്നുമില്ല, ഇനിയിപ്പോൾ തുണി മാത്രം ഒന്ന് വിരിച്ചിട്ടാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു തുണിയൊക്കെ ഉമ്മച്ചി ഇനി വിരിച്ചിട്ടോളാം, കാരണം മഴയുടെ ഒരു ലക്ഷണം കിടക്കുന്നു, മഴ ഇനി പെയ്ത് കഴിഞ്ഞാൽ ഇനി പാടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇച്ചിരി ഒടുക്ക് ജോലികളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ പച്ചമുളക് 2 ദിവസം കൂടി ഇങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് കിറ്റിനകത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നമുക്ക് ജോലി ഇല്ലാത്ത സമയത്തല്ലേ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് ഇതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഞാൻ അങ്ങനെയാണ് കേട്ടോ സ്ഥിരം ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ എടുക്കുകയും ചെയ്യാം. പച്ചമുളക് നമുക്ക് പെട്ടെന്ന് കേടായി പോകത്തൊന്നുമില്ല, അങ്ങനെ പെട്ടെന്ന് പഴുത്തൊന്നും പോകത്തില്ല നമ്മളിങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഞെട്ടെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ജോലി ഇല്ലാത്ത സമയത്താണ് ഇത് കൂടുതൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. മറ്റേ ജോലിയും എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ 2 ദിവസം കൊണ്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ ചെയ്ത് തീർക്കാവുന്ന. അപ്പോഴത്തേക്ക് അഞ്ചാത് പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട്. അവനിക്ക് ചോറൊക്കെ കൊടുത്തു, എല്ലാം കൊടുത്തു, സ്നാക്സും ഒക്കെ റെഡിയാക്കി കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്ക് മോള് കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ചെഞ്ചാതും കുളിച്ചു കേട്ടോ. അപ്പോൾ അവരിപ്പം ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചാതിന് മടിയുണ്ട്, എന്നാലും പുള്ളിക്കാരന് വണ്ടി വരല്ലേന്നും പറഞ്ഞ് ഇങ്ങനെ തേടുന്നുണ്ട് കേട്ടോ. മഴയൊക്കെ അതുകൊണ്ട് ചിലപ്പം വണ്ടി വരത്തില്ല ഉമ്മി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വണ്ടി വന്നില്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകത്തില്ല
എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോത്തില്ല എന്നിങ്ങനെ പറയാണ്. എന്നാലും സ്കൂളിൽ പോകാൻ വേണം, പക്ഷെ എന്നാലും പോകാൻ മടിയുമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ നിന്ന് അങ്ങനെ വണ്ടിയൊക്കെ വന്നു, അങ്ങനെ പോയി കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കുളിയൊക്കെ പോയി കഴിഞ്ഞു. കാരണം വേറെ പറഞ്ഞാൽ നമുക്ക് ജോലിയൊന്നുമില്ല, നേരത്തെ തന്നെ കുളിച്ചു കേട്ടോ. അപ്പോൾ മേലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല വെയിൽ. അപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടാന്ന് വെച്ചപ്പോൾ മോള് വിരിക്കാൻ നേരത്ത് മഴയായതുകൊണ്ട് പിന്നെ ഞാൻ വിരിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ നല്ല വെയിൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുണിയെല്ലാം കംപ്ലീറ്റും വിരിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് തന്നെ അഴുക്ക് തുണിയും കൂടെ മാത്രമേ ഉള്ളൂ. ഇനി അതങ്ങോട്ട് അവിടെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ മോൻ്റെ മീൻ. മീനിൻ്റെ കൂടാരമാണ് കേട്ടോ. ഇതിപ്പോൾ കുറേ ആവർത്തിയായിട്ട് അതിന് വളർത്താണ്. ഇപ്പോൾ ഇതെല്ലാം ഗപ്പിയാണ് കിടക്കുന്നത് കേട്ടോ. ഇപ്പുറത്തെ ബക്കറ്റിനകത്ത് അഞ്ചാതിൻ്റെ മീനാണ് കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് അഞ്ചാതിന് ടെസ്റ്റ് പേപ്പറൊക്കെ ഇട്ടത് കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അതിനകത്ത് എനിക്ക് 2 മാർക്ക് കുറഞ്ഞു, 2 തെറ്റിപ്പോയി, കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. എന്താണ് പരിപ്പ് വടയാണെന്നോ തെറ്റിയെന്ന് എന്നങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മാർക്കെല്ലാം നമ്മൾ കാണിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താണ് അട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞങ്ങളെ പഠിപ്പിച്ചു. ഉമ്മിയൊക്കെ അവർക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുള്ള ആവശ്യമുള്ള സാധനങ്ങൾ, അരി, ചക്ക വരട്ടിയതൊക്കെ അങ്ങനെ കുറേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയുന്നതൊന്ന് വീഡിയോ എടുക്കും ഉമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് വീഡിയോ എടുത്ത് ഉമ്മിച്ച് കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവന് എല്ലാം വായിച്ച് നമ്മളിങ്ങനെ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവന് പിള്ളേരുടെ സന്തോഷമല്ലേ, നമ്മൾ കുറച്ച് നേരമൊക്കെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറയും. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഞാൻ കേൾക്കും കേട്ടോ. 3 പേരും പറയും കേട്ടോ. ചെഞ്ചാത് അങ്ങനെ പറയത്തില്ല, എന്നാലും പറയും അവന്. ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ചെഞ്ചിറായും അതേപോലെയാണ്. സ്കൂളിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പറയും കേട്ടോ. അങ്ങനെ കുറേ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കും. ഇനി നാളെ നമുക്ക് ഇത് ഉണ്ടാക്കണം അമ്മി. പക്ഷേ ഉണ്ടാക്കിയാൽ അവൻ കഴിക്കത്തില്ല, അതാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു നീ കഴിക്കാമോ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളെ കണ്ണടിച്ച് കാണിച്ചാണ് അവൻ ചെയ്തത്. അങ്ങനെയുള്ള സാധനങ്ങൾ അവന് ഇലയപ്പം, എന്താണ് ഇങ്ങനെ മധുരമൊക്കെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടുണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊന്നും അവൻ കഴിക്കത്തില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കാക്ക പടം വരച്ചു, ഞാനും പടം വരച്ചു എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ മോന് അത്യാവശ്യം നല്ല രീതിയിൽ പടം വരയ്ക്കും, മൂത്തവന്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇവനും പടം ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പം പറ പശുവിനെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് കേട്ടോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എനിക്ക് ചിരി വന്നു കേട്ടോ. ഞാൻ പശുവിനെ കെട്ടിയിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു. പിന്നെ കുഞ്ഞുങ്ങളുടെ സന്തോഷം, അവരുടെ കഴിവുകളൊക്കെ അല്ലേ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷത്തോടെ കഴിഞ്ഞു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ചോറുണ്ട് കേട്ടോ. ചോറുണ്ടതിൻ്റെ കോലങ്ങളാണ്. ഇവിടെ ഇങ്ങനെ പപ്പടം പറക്കലും ചമ്മന്തി അരയ്ക്കലും ഒക്കെയാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി പാത്രങ്ങളൊക്കെ എല്ലാം ഒന്ന് കഴുകിയാൽ അത് വൃത്തിയാക്കും. എല്ലാവർക്കും കൂടെ ചോറ് എല്ലാം കൂടെ തിന്ന് കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകാൻ. അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞു. നമ്മുടെ പാത്രങ്ങളെല്ലാം കഴുകി. പിന്നെ ഇക്ക വരാൻ താമസിക്കും, പണിക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ഇറങ്ങും. ടാറ്റാ.